ഇന്നത്തെ ഒരു ടോപ്പിക്ക് തന്നെ ദാഹം. ഈ ഒരു പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വലിയൊരു ദാഹം അത് നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മൾ മെയിനായിട്ട് ഒരുങ്ങുന്നതും ഇന്ന് ധ്യാനിക്കുന്നതും എല്ലാം ഈ ഒരു ടോപ്പിക്കിനെ വെച്ചാണ്. ദാഹം. നമ്മൾ എന്തുമാത്രം പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നോ അതിലിരട്ടി പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മളായിരിക്കുന്ന അവസ്ഥകളിലേക്ക് എല്ലാം പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിറയണേ, പരിശുദ്ധാത്മാവ് നിറയണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഉണ്ട് അല്ലേ? നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ, നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മുടെ മാമോദീസയുടെ സമയത്ത് നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യാക്കോബ് 4:5 ഒരു വചനമുണ്ട്. അത് ഇപ്രകാരമാണ്: നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയോട് അഭിലഷിക്കുന്നു. അപ്പം നമ്മളിലെ ഒരു വലിയൊരു സ്തംഭം, വലിയൊരു തീക്കട്ടയാണ് നമ്മളിലെ ദൈവം ഇട്ട് തന്നേക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം, അതിനെ നമ്മൾ കത്തിക്കണം. അപ്പം നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 1:5 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നിങ്ങളാകട്ടെ ഏറെ താമസിച്ചത് പരിശുദ്ധാത്മാവിനാൽ സ്നാനമേക്കും. നമ്മൾ വിശ്വസിക്കണം. ഓരോ വചനം പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കും എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നമ്മളത് ഏറ്റു പറയുമ്പോൾ ആ വചനത്തിന്റെ അഭിഷേകം നമ്മളുടെ ജീവിതത്തിൽ നിറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതായത് ഇങ്ങനെ ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനത്തെ ഓരോ ഇങ്ങനെ നിറയണം, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് ആരും പറഞ്ഞു തന്നല്ല, ഞാൻ ആദ്യം പരിശുദ്ധാത്മാവോട് ഞാൻ പറഞ്ഞ, പരിശുദ്ധാത്മാവെ എല്ലാവരും കൊതിക്കുന്ന ഒരു അഭിഷേകം എനിക്ക് തരണേ എന്ന് പറഞ്ഞ് ഞാൻ അന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവേ, അന്നുമല്ല ഇപ്പോഴും പ്രാർത്ഥിക്കും. എല്ലാവരും കൊതിക്കുന്ന ഒരു അഭിഷേകം. കാരണം അതെന്ന് പറഞ്ഞാൽ എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന സംഭവമല്ല. അതായത് സ്വർഗത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ലോകം ഏറ്റവും കൂടുതൽ വെറുക്കും. അപ്പം സ്വർഗം കൊതിക്കുന്ന ഒരു അഭിഷേകം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ നമ്മള് വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എന്നറിയാൻ വേണ്ടി നമ്മൾ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം, ഒരുങ്ങിക്കൊണ്ടിരിക്കണം. പരിശുദ്ധ അമ്മയിലാണ് വചനം, അതായത് പരിശുദ്ധാത്മാവ് ആദ്യം ഇങ്ങനെ വചനം എന്താ പറയാ കത്തിയത് പരിശുദ്ധ അമ്മയില അത് കത്തിയത്. അപ്പൊ നമ്മൾ പരിശുദ്ധ അമ്മയോടൊക്കെ ചേർന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോസ്തല പ്രവർത്തനം 1:14 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അവരാകട്ടെ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരനോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ആ മുഴുകിയിരുന്ന അവസരത്തിലാണ് അവർക്ക് പെന്തക്കുസ്ത അനുഭവം ഉണ്ടായത്. അവർ പ്രാർത്ഥിച്ച് മുഴുകിയിരുന്ന അവസരത്തില് അവരായിരുന്ന സ്ഥലങ്ങളിലേക്ക്, അവർ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച ഇടത്തിലേക്ക് എന്ത് വന്നു? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വന്നു. അതാണ് നമ്മൾ ഈ പെന്തക്കുസ്താന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ആദ്യത്തെ വചനം അപ്പോസ്തല പ്രവർത്തനം 2:1. പെന്തക്കുസ്താദിന് സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അവരായിരുന്ന സ്ഥലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു. നമ്മളൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങൾ, ഏത് രാജ്യത്താണെങ്കിലും, നമ്മൾ ഇപ്പം ഏതെങ്കിലും വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ പോലും നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഇടത്തിലേക്ക്, ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരുവാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, വീട് മുഴുവൻ പരിശുദ്ധാത്മാവിന് നിറഞ്ഞു. എന്നിട്ട് പറയാണ്, ആത്മാവ് കൊടുത്ത ഭാഷണപരം അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. നമ്മൾ എന്താ പറയാ, വിചാരിക്കാത്ത കാര്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ പത്രോസും പൗലോസും ഒക്കെ അവരെന്താണ് അമാനുഷികമായിട്ടുള്ള സംഭവങ്ങളാണ് അവർ ചെയ്തത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഈശോനെ തള്ളിപ്പറഞ്ഞവരാണ്, ഈശോനെ പീഡിപ്പിച്ചവരാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പം പൗലോസൊക്കെ എന്താ ചെയ്തേ? അതായത് യേശുവിന്റെ നാമത്തിൽ പ്രസംഗിച്ചവരെ എല്ലാം കൊന്നോണ്ടിരുന്ന പൗലോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പൗലോസ് ഇതേ കരം ഉപയോഗിച്ച് ആൾക്കാരെ സൗഖ്യപ്പെടുത്താൻ തുടങ്ങി. ആൾക്കാരിലേക്ക് ഈശോനെ ഇങ്ങനെ വതറാൻ തുടങ്ങി അല്ലെ, ആ കരം ഉപയോഗിച്ച്. അതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ പാപമാലിന്യങ്ങളെല്ലാം എന്താ പറയാ, എല്ലാം അത് നീക്കിക്കളയും. അതുകൊണ്ടാണ് ഈ പത്രോസ് അപ്പോസ്തല പ്രവർത്തനം 3:6 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അതുകൊണ്ട് പറയുമ്പോഴേ അങ്ങോട്ട് അവിടെ ഭയങ്കര സൗഖ്യം വരുക. അവർ പറയും, അവരുടെ വായിൽ എന്താണോ അതെന്താ അവരുടെ വായിൽ അവർ സംസാരിക്കുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ വാക്കുകളാക്കിയിട്ട് അതങ്ങ് മാറുക ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മള് സ്തേഫാനോസിനെ പറ്റി വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 6:10 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ ആർക്കും സാധിച്ചില്ല. ഇതെന്താണ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ സെപ്പറേറ്റഡാ, ലോകത്തിൽ നിന്ന് അവൻ സെപ്പറേറ്റഡാ, ഒരു ഗ്യാങ്ങിൽ നിന്ന് അവൻ സെപ്പറേറ്റഡാ. കാരണം എന്താണ്? അവനെ പരിശുദ്ധാത്മാവ് മുദ്രിതമാക്കിയിട്ടുണ്ട്, അവനെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 6:15 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സംഘത്തിലുണ്ടായിരുന്നവർ, അതായത് സ്തെഫാനോസിനെ പറ്റി പറയുന്നുണ്ട്, സംഘത്തിലുണ്ടായിരുന്നവർ അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി, അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു. ഇതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ മുഖം, അതായത് അവൻ സെപ്പറേറ്റഡ്, അവൻ എല്ലാവരിൽ നിന്നും ഒരു ഭയങ്കര ഒരു എന്തോ ഒരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും ആഗ്രഹിക്കേണ്ടത് എന്താണെന്നറിയോ? മറ്റുള്ളവരിൽ നിന്ന് മാറി സ്വർഗത്തോടടുത്ത് ഈശോയുടെ അടുത്ത് നിൽക്കാനുള്ള ഈ ഒരു പ്രത്യേകത, എന്ന് വെച്ചാൽ ആ ഒരു അഭിഷേകം നമുക്ക് തരണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. ഈ യെശയ്യായുടെ പുസ്തകം 55:1 പറയുന്നുണ്ട്, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഈ ദാഹം, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വലിയ ദാഹം നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കണം. എപ്പോഴും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് നിറയണേ, പരിശുദ്ധാത്മാവ് നിറയണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച അണക്കരയിൽ ധ്യാനം കൂടാൻ പോയേക്കുമായിരുന്നേ, നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ ധ്യാനം കൂടാൻ പോയേക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ ധ്യാനത്തിന്റെ ഫസ്റ്റ് ഡേ തൊട്ടേ, മീൻസ് എപ്പോഴും ധ്യാനം കൂടുമ്പോഴായാലും പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴായാലും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവ് നിറയണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവേ. അപ്പൊ ഞാൻ ഈ ധ്യാനത്തിന് ഫസ്റ്റ് ഡേ തൊട്ട് ഞാനിങ്ങനെ നിയോഗം പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്റെ ഒന്നാമത്തെ അച്ഛൻ 7 നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയും അല്ലേ അവിടെ. അപ്പം ഞാൻ എന്റെ 1 തൊട്ട് 7 വരെയുള്ള നിയോഗം വെച്ചിട്ട് ചെയ്താ പരിശുദ്ധാത്മാവ് അറിയണേന്ന് പറഞ്ഞിട്ട് 7 പ്രാവശ്യം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. കാരണം നമ്മള് എനിക്കെന്തോ ഭയങ്കര ആഗ്രഹം, ഇതങ്ങോട്ട് ഭയങ്കര കത്തണേ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ആഗ്രഹം വന്നു. അപ്പൊ ഞാൻ എന്നിട്ട് ഫസ്റ്റ് ഡേ പ്രാർത്ഥിച്ചു, സെക്കൻഡ് ഡേ പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞ് ഒരു തേർഡ് ഡേ പ്രാർത്ഥിച്ചു. എന്തോ എനിക്കിങ്ങനെ എന്തോ ആ ഒരു നിറവ്, എനിക്കെന്തോ ഒരു, ഞാനിങ്ങനെ ഈശോട് പറയും, ഈശോ എനിക്കത് അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ അച്ഛൻ ഈ തലേ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കത്തില്ലേ, അപ്പൊ അതിന് മുന്നായിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതായത് ഞാനിങ്ങനെ ഓരോ സ്ലീഹന്മാരുടെ പേര് എടുത്തു വെച്ചിട്ട് ഞാൻ പറയും, പൗലോസേ നിങ്ങൾ എന്നെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, എന്റെ തലയിൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ പ്രാർത്ഥിച്ചിട്ട് പോകണം. പത്രോസ് വാ, എന്നെ തലയിൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകും. ഇങ്ങനെ എല്ലാവരും വിളിക്കും. എന്നിട്ട് ഞാൻ പഴയ നിയമത്തിലോട്ട് പോകും. മോശേനെയും മെസ്സക്കേനെയും ആരെയും വെറുതെ ഇരുത്തത്തില്ല. എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ ആ ആൾക്കാരെ ചുമ്മാ ഇരിക്കാതെ വാ എന്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന പറയും. അപ്പൊ ഞാനിങ്ങനെ ഓരോ സ്ലിഹന്മാരെയും വിളിച്ചിട്ട്, ഓരോ പഴയ നിയമത്തിലെ ഓരോ പ്രവാചകരെയൊക്കെ വിളിച്ചിട്ട് ഞാനിങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോകും, നിങ്ങൾ എനിക്ക് വേണ്ടി കൈ വിളിച്ച് പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എനിക്കെന്തോ ഭയങ്കര സങ്കടം വരുമോ. ഞാനിങ്ങനെ ഈശോട് പറയും, ഈശോയെ പൗലോസ് സൗളിനെ പൗലോസാക്കിയപ്പം പൗലോസിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, പൗലോസ് മറിഞ്ഞടിച്ച് വീണു. ഞാനിങ്ങനെ പറയും, ഈശോ എനിക്ക് അങ്ങോട്ട് വീഴണം, എനിക്ക് എന്താ പറയാ, എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം വേണം. ഇങ്ങനെ ഞാൻ ഈശോട് പറഞ്ഞു, ഈശോ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. ശരിയാണ്, ഇപ്പം ചിലവരൊക്കെ ഇങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും, ചെയ്യാതിരിക്കും. പക്ഷെ എന്താ പറയാ, എന്നെ സംബന്ധിച്ച് ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചതാണ്, പൗലോസിന് കിട്ടിയ ആ അഭിഷേകം എനിക്ക് കിട്ടണം, പൗലോസിന് കിട്ടിയ ആ ഒരു അഭിഷേകം. ഞാനിങ്ങനെ പൗലോസിനെ തന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, പൗലോസെ ഒന്ന് പറ ഈശോയോട്, ഒന്ന് പറ എനിക്ക് ആ അഭിഷേകം കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ധ്യാനത്തിൽ കിടന്നിട്ട് അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുക. ആരെന്റെ അടുത്തുണ്ടോന്നൊന്നും ഞാൻ നോക്കിയില്ല. 750 പേരുടെ ധ്യാനമായിരുന്നു. 750 പേരും കേൾക്കാൻ ഞാൻ ഈശോ, അതായത് അൾത്താരെ നോക്കിയിട്ട് പറഞ്ഞു, പൗലോസേ എന്നൊക്കെ വിളിച്ചിട്ട് ഞാൻ സ്തുതിക്കണേ, പൗലോസേ എന്നൊക്കെ വിളിച്ചിട്ട് ഞാൻ സ്തുതിച്ചിട്ട് ഈശോ പറയാണ്, എനിക്ക് നിനക്ക് കിട്ടിയ അഭിഷേകം എനിക്ക് വേണം, നിനക്ക് കിട്ടിയ അഭിഷേകം എനിക്ക് വേണം. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു ഇതില്ല. അവസാനം ഞാൻ എന്നാ ചെയ്യുന്നറിയോ, ഞാനിങ്ങനെ എല്ലാവരെയും പേര് വിളിച്ചിട്ട് ഞാൻ നിങ്ങളോട് ആരും മീൻസ് നിങ്ങളോട് ഇനി ഞാൻ കൂട്ടില്ല, നിങ്ങൾ പൊക്കോ, നിങ്ങൾ വേറെ വല്ലവർക്കും അഭിഷേകം കൊടുത്തോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സൗന്ദര്യപ്പണക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഒരു മൊമെന്റ് കഴിഞ്ഞപ്പോ അച്ഛൻ ഇങ്ങനെ തലേ കൈവച്ച് ഇങ്ങനെ പോവാണ്. പക്ഷെ എനിക്കുണ്ട് ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഞാനിങ്ങനെ ഒരു വലിയൊരു പ്രകാശം വന്നിട്ട് എന്റെ തലയിൽ ഇങ്ങനെ ഇടിക്കണ പോലെ വന്നിട്ട് ഞാൻ ഇങ്ങനെ വീഴുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായേ. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിക്കുവാണേ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ തോന്നിയത്, ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈ അതായത് ഈ നമ്മുടെ CCC ഇല്ലേ, കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച്, അതിന്റെ 1560 ഖണ്ഡികയിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു. അതായത് നമ്മള് പരിശുദ്ധാത്മാവിന് വേണ്ടി ഒത്തിരി ആഗ്രഹിക്കണമെന്ന് ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ അതാണ് ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ എപ്പോഴും വിളിച്ചോണ്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഈശോയെ നിറയണേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ യെശയ്യായുടെ പുസ്തകം 12:3 ഒരു വചനമുണ്ട്, രക്ഷയുടെ ഗണത്തിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. സന്തോഷത്തോടെ കോരിയെടുക്കാൻ പറ്റിയ ഏക ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാണ്. സന്തോഷം അത് നമ്മൾക്ക് നിത്യതയിലേക്ക്. അതുകൊണ്ടാണ് നമ്മള് യോഹന്നാന്റെ സുവിശേഷം 4:14 നമ്മള് സമറിയക്കാരുടെ ഉപമയുടെ അതിനകത്ത് നമ്മൾ കേൾക്കുന്ന, അതായത് ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവർ പിന്നീട് ഒരിക്കലും ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല.
അതാണ് നമ്മൾ ആ സമറിയക്കാരി സ്ത്രീ, പിന്നീട് നമ്മൾ യോഹന്നാന് 4:28 നമ്മളിങ്ങനെ വായിക്കുന്നത്. ആ സ്ത്രീ അവിടെ കുടം വെച്ചിട്ട് പിന്നെ പട്ടണത്തിലേക്ക് പോയി. അവൾക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ അവള് വന്നത് ലൗകികമായ ഒരു ജലത്തിന് വേണ്ടി അവൾ വന്നത്. പക്ഷെ അവൾക്ക് ആത്മീയ ജലം പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? പട്ടണത്തിൽ പ്രവേശിച്ചിട്ട് അവൾ അവിടെ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും ഈശോനെ കൊടുത്തു. ഇതാണ് ശരിക്കും സ്ലീഹന്മാർക്ക് സംഭവിച്ചത്. അവർക്ക് നിത്യജീവന്റെ ജലം കിട്ടിക്കഴിഞ്ഞപ്പോൾ, അതായത് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അവര് സുവിശേഷം ലോകം മുഴുവൻ അവര് വ്യാപിപ്പിച്ചു. അതാണ് അപ്പസ്തോലപ്രവർത്തനം 12:24. ദൈവവചനം വളർന്ന് വ്യാപിച്ചു. അപ്പൊ ദൈവവചനം വളർന്ന് വ്യാപിച്ച എപ്പോഴാണ്? ഇവർക്ക് ഈ ദാഹം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ ദാഹത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു. അതായത് നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നോ അത്രമാത്രം പരിശുദ്ധാത്മാവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കും. ഈ അപ്പസ്തോല പ്രവർത്തനം 4:10 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അതായത് ആ മറ്റേ മുടന്തനെ സൗഖ്യമാക്കിയ ആ ഒരു സംഭവത്തിന് ശേഷം പത്രോസ് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞിട്ട് പത്രോസ് നടത്തുന്ന ഒരു പ്രസംഗമാണ്. നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇത് അറിഞ്ഞിരിക്കുക, നിങ്ങൾ കുരിശു തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനെ യേശുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീട് പണിക്കാരായ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പം ഇവർക്ക് ഈ ഈശോനെ കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ ഇവർക്ക് ഭയങ്കര ഈശോനെ കൊടുക്കണം, ഈശോ ലോകം മൊത്തം കൊടുക്കണം. അതായത് ഈശോ അല്ലാതെ വേറൊരു രക്ഷകൻ ഇല്ല. അവർക്ക് ആ ഒരു സംഭവം ലോകം മൊത്തം എത്തിക്കുക. അവർക്ക് പിന്നീട് ഭയങ്കര ധൈര്യ. അതാണ് അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയതാണ് ധൈര്യം. അവർക്ക് കിട്ടി, പരിശുദ്ധാത്മാവിനെ കിട്ടി. പിന്നെ അവർ ലോകം മൊത്തം നടന്നിട്ട് ഈശോനെ ഇങ്ങനെ ബദറുക. അതായത് വചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്, ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. അതാണ് അവർക്ക് വചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവര് ലോകം മുഴുവൻ നടന്ന് ഈശോനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. നമ്മൾക്കും വേണ്ടത് ഇതാണ്. വചനത്തെ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. ഈശോ ഇങ്ങനെ പറയാണ്, അത് നമ്മൾ ദാഹിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു, ദൈവം ദാഹിക്കുന്നു. അപ്പം നമ്മൾ ശരിക്കും പരിശുദ്ധാത്മാവിനെ ഞാൻ പണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ പപ്പയുടെ അമ്മ വല്യമ്മച്ചിയുടെ അടുത്തേലും വല്യമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് നിറയണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവ് നിറയാൻ എപ്പോഴും നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ചോദിക്കുന്നതിലും കൂടുതൽ ആത്മാവിനെ നമുക്ക് നൽകുമെന്ന് പറയുന്ന അതാണ്. അപ്പൊ അതായത് നമ്മൾ ഓരോ ആൾക്കാർ ഇപ്പൊ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അഭിഷേകമുള്ള വ്യക്തികളെ കാണുമ്പോൾ നിങ്ങൾ അവരുടെ അഭിഷേകത്തിന് വേണ്ടി, അവർക്കുള്ള അഭിഷേകത്തിന്റെ ഒരു പങ്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഈ അണക്കരയിലൊക്കെ ധ്യാനം കൂടാൻ പോകുമ്പോഴും ആരുടെ അടുത്തേലൊക്കെ പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, ഈ വ്യക്തിയുടെ അഭിഷേകത്തിന്റെ പങ്ക്, ഈ വ്യക്തിയുടെ അഭിഷേകത്തിന്റെ ഒരു പോർഷനിലും എനിക്ക് തരണേന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ ചുമ്മാ പ്രാർത്ഥിച്ചാൽ പോരാ, നമ്മൾ വാശി പിടിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അതായത് നമ്മൾ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ, ഒരു ആത്മീയ കാര്യത്തിന് വേണ്ടി, അതായത് നമ്മളുടെ സ്വർഗത്തിന് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യത്തിന് വേണ്ടി വാശി പിടിക്കുന്നതിൽ ദൈവത്തിന് ഒരു പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒത്തിരി നമ്മൾ വാശി പിടിച്ച് പ്രാർത്ഥിക്കണം. ഈ അപ്പസ്തോല പ്രവർത്തനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പത്രോസും പൗലോസും ഇവരൊക്കെ നടത്തിയ അത്ഭുതങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളൊക്കെ എന്ത് ചെയ്യണം? അതേ അഭിഷേകം എനിക്കും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അതേ ആത്മാവിനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതേ ആത്മാവിനെ നമുക്ക് കിട്ടുമ്പോൾ അതേ ഉജ്ജ്വലനം, അതേ തീ, അതേ ഒരു എന്താ പറയാ, ഒരു ആളിക്കത്തില് നമുക്കും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പത്രോസൊക്കെ നോക്കുമ്പോ എന്താ ശവശരീരമൊക്കെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുക. അതാണ് അപ്പസ്തോല പ്രവർത്തനം 9:40-41 ഇങ്ങനെ വായിക്കുന്നുണ്ട്. പത്രോസ് മറ്റെല്ലാവരെയും പുറത്താക്കിയിട്ട്, ബാക്കിയുള്ളവരെല്ലാം പുറത്താക്കിയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്നിട്ട് പിന്നീട് മൃതശരീരത്തിന് നേരെ തിരിഞ്ഞു പറഞ്ഞു, തബീത്ത എഴുന്നേൽക്കുക. അപ്പം എന്താ തബീത്ത എന്ത് ചെയ്തു? തബീത്ത മരിച്ച ആളായിരുന്നു. അപ്പൊ തബീത്ത എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേനും തബീത്ത കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. അപ്പൊ അതാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു അഭിഷേകമുള്ള ഒരു വ്യക്തിനെ കാണുമ്പോഴത്തേനും അവിടെയുള്ള അന്ധകാര ശക്തികൾ, അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും എന്താ പറയാ, അത് മാറിപ്പോവും. അത് അഭിഷേകത്തിന്റെ ലെവല് കൂടുന്നതിനനുസരിച്ചുണ്ടല്ലോ അന്ധകാര ശക്തികളുടെ മേലിൽ നമുക്കൊരു വലിയ അധികാരമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പത്രോസും പൗലോസൊക്കെ എന്ത് അത്ഭുതങ്ങളല്ലേ ചെയ്തേ. ഇപ്പൊ ഈ ഐനിയാസ് അപ്പസ്തോല പ്രവർത്തനം 9:34 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പത്രോസ് ഐനിയാസിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. ഐനിയാസ് 8 വർഷമായിട്ട് കിടപ്പുരോഗിയായിരുന്നു, തളർന്നു കിടക്കുന്ന മനുഷ്യനായിരുന്നു. ഐനിയാസിന്റെ അടുത്ത് എന്നിട്ട് പത്രോസ് പറയാണ്, ഐനിയാസെ, യേശുക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്ക ചുരുട്ടുക. ഉടനെ അവൻ എഴുന്നേറ്റു. അപ്പൊ അതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുമ്പം പരിശുദ്ധാത്മാവ് അത്
ആരാണോ കേൾക്കുന്നത് ആ വ്യക്തിയിലേക്ക് അത് തുളച്ചു കയറ്റുവാണ്, ആ വ്യക്തിയിൽ അത് ജീവൻ ഉണ്ടാക്കുവാണ്. അപ്പൊ നമ്മളും പ്രാർത്ഥിക്കേണ്ട ഇതാണ്. നമ്മള് ഈ അതാണ് അവർക്ക് അവരെന്തുമാത്രം ഇപ്പം എന്താ പറയാ ഒരു ഡോക്ടറായി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയി അവർ പ്രൊഫഷനിൽ കയറുന്നതിന് മുമ്പ് അവർ ഒത്തിരി പഠിക്കും അല്ലെ. അതുപോലെ തന്നെ ഒരു അഭിഷേകം, അതായത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകത്തിലാകാൻ നമ്മൾ വിശുദ്ധിക്കൊക്കെ വലിയ വില കൊടുക്കണം. നമ്മൾ വലിയ വില കൊടുക്കണം, നമ്മൾ ഒത്തിരി ആഗ്രഹിക്കണം, നമ്മൾ ഒത്തിരി ദാഹിക്കണം. അതുകൊണ്ടാണ് അപ്പസ്തോല 2:38 ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും ഉള്ള ഒരു ദാനമാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം, അതിനുവേണ്ടി നമ്മൾ ഒത്തിരി ദാഹിക്കണം, നമ്മൾ വിശുദ്ധിക്ക് നമ്മൾ ഒത്തിരി വില കൊടുക്കണം. കാരണം അത് പരിശുദ്ധമായ ഒരു ആത്മാവിനെ സ്വീകരിക്കുവാണ് നമ്മള്. ഒരു പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, വെറും അല്ലെങ്കിൽ വേറെ വല്ല ആൾക്കാരെ ഒന്നും ലൗകികമായ ഒരു കാര്യങ്ങളല്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങണം, നമ്മൾ വില കൊടുക്കണം. ഒരുക്കമുള്ള ഒരു ശരീരത്തില് പരിശുദ്ധാത്മാവിനെ വസിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിന് അതൊരു വേദന കൂടാത്ത പരിശുദ്ധാത്മാവിന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഞെരുങ്ങി നിൽക്കേണ്ട കാര്യമില്ല. വിശുദ്ധിയുള്ള ഒരു ശരീരത്തിൽ പരിശുദ്ധാത്മാവിന് ഞെരുങ്ങി ജീവിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ശരീരത്തിൽ ഫ്രീ ആയിട്ട് വിടാൻ അനുവദിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ എപ്പോഴും വെൽക്കം ചെയ്യണം, എപ്പോഴും പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ വെൽക്കം ചെയ്ത് പ്രാർത്ഥിക്കണം. നമ്മൾ വർക്ക് പ്ലേസിലായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ബസ്സിൽ പോകുന്ന സമയത്തോ വീട്ടിലായിരിക്കുന്ന സമയത്തോ എപ്പോഴും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ, പരിശുദ്ധാത്മാവ് ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ വരണേ, ഞാൻ വർക്ക് ചെയ്യുന്ന ഇടങ്ങളിൽ വരണേ. എന്ത് പറയാ, ഈ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, ഞാൻ റീസെന്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ എപ്പോഴും എന്റെ ജോലി സ്ഥലത്ത് കയറുന്ന സമയത്ത് ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ടാ കയറാറ്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ ഇന്നി നിറയണേ. പക്ഷേ നമ്മൾ അറിയാതെ പരിശുദ്ധാത്മാവ് നമ്മളെ എടുത്ത് യൂസ് ചെയ്യുവേ. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ചിലപ്പം ദൈവം നാണം കെടാനൊക്കെ അനുവദിക്കും ഈശോയുടെ പേരിൽ, അല്ലെ? ഈശോയുടെ പേരിൽ ഇപ്പം വർക്ക് പ്ലേസിൽ ഞാൻ കുരിശിട്ടോണ്ടാ പോവാ. അപ്പൊ എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ എന്നെ കളിയാക്കും. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ ജസ്റ്റ് നടന്നൊരു സംഭവം. എന്റെ കൂടുതൽ കുറച്ച് ബ്ലാക്ക് സൈഡ് കുറച്ച് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരെന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ മീൻസ് ഈശോ എന്ന് പറയുന്ന ആള് അതൊരു ഗോഡ് ആയിരിക്കാം, പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്ക് അതുപോലെ ജീവിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, ഓക്കെ, അങ്ങനെയെങ്കിൽ ഈശോ പ്രവർത്തിച്ച അതേ അത്ഭുതങ്ങൾ ഈ സ്ലിഹന്മാരും പ്രവർത്തിച്ചിട്ടുണ്ട്. സോ ഈശോയിൽ വിശ്വസിക്കുന്ന ആർക്കും ഈശോ പ്രവർത്തിച്ച പ്രവർത്തികളും ചെയ്യാം. അപ്പം അവരിങ്ങനെ നേരെ നിന്നിട്ട് എന്നെ ഇങ്ങനെ പല ബാഡ് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ എന്നോട് ഇങ്ങനെ എതിർത്ത് നിൽക്കാൻ ഇങ്ങനെ ശ്രമിക്കുവാണ്. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുകയാണെ, ഈ ബൈബിളിൽ ഒരു വചനമുണ്ട്, ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിലും നിറഞ്ഞവരായി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ നമ്മള് ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെ നമ്മളെ അവോയ്ഡ് ചെയ്താലും ആരൊക്കെ നമ്മളെ തള്ളി പറഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. അതാർക്കും അത് നമുക്കത് എന്താ പറയാ, അതാർക്കും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന് പുറത്തേക്ക് പോയി. അവരെന്താ അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിക്കാന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങളെ ഈശോയുടെ നാമത്തില് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന്റെ പേരില്, നിങ്ങൾ പള്ളിയിൽ പോകുന്നതിന്റെ പേരിൽ ആരെങ്കിലും ഒക്കെ കളിയാക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇല്ലെന്ന അർത്ഥം. പക്ഷെ നമ്മളത് സന്തോഷിക്കുവാണ്. മറിച്ച് ഈശോയെ എന്നെ ഞാൻ ഇങ്ങനെ പറയാനുണ്ട്, ഈശോ എന്നെ ഇത്ര പേര് കളിയാക്കും, അപ്പൊ നീ ഇത്രയും നേരം ചിരിക്കണുണ്ടല്ലേ, ഇത്രയും നേരം സന്തോഷിക്കണുണ്ടല്ലേ. അപ്പൊ നമ്മളിങ്ങനെ പറയണം, നമ്മള് ഭയങ്കര സന്തോഷത്തോടെ ആയിരിക്കണം. അപ്പം നമ്മൾ ഭയങ്കര ഒരു ആനന്ദം വിട്ടുതരും, ഭയങ്കര ഒരു സന്തോഷം വിട്ടുതരും, നമുക്കൊരു പ്രത്യാശ കിട്ടും. റോമ 5:5 ഇങ്ങനെ വായിക്കുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ ഹൃദയത്തിലുള്ള ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവർക്കും അത് മനസ്സിലാകത്തില്ല. വേറെ ലോകത്തിലുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കോ നമ്മുടെ വീട്ടുകാർക്കോ ആർക്കും അത് മനസ്സിലാകത്തില്ല. പക്ഷെ പരിശുദ്ധാത്മ വിട്ടുതരുന്ന ഒരു ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയാ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാത്ത രീതിയിലുള്ള ഒരു സന്തോഷമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മളിങ്ങനെ വചനം ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് അകലെയല്ല, ഓൾറെഡി ഉള്ള ഒരു സംഭവം. അത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ചാണ് തീപ്പൊരി ഇങ്ങനെ ചെതറിക്കൊണ്ടിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 3:2 ഇത് മുൾപ്പടപ്പ് കത്തി എരിയുകയായിരുന്നു, എങ്കിലും അത്
എരിഞ്ഞ് കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. ഇതേ ഒരു അഭിഷേകം നമ്മൾ കെട്ടുപോകരുത്. നമ്മളിങ്ങനെ കെട്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇട്ടുകൊടുക്കുന്ന എന്താ പറയാ, കെറോസിൻ അല്ലെങ്കിൽ തീ ആളി കത്താൻ ഇട്ടുകൊടുക്കുന്ന ഇതാണ് ഈ പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് നിറയണേ എന്ന് പറയുന്ന ഈ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ തീ ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. തീ ആളി കത്താൻ ഇട്ട് കൊടുക്കുന്ന ഒരു ലിക്വിഡാണ്. അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം, വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മള് ഈ പത്രോസിനും പൗലോസിനും എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു സംഭവം എന്താണ്? അവർക്കറിയാം അവർ പറയുന്ന ഒരു സംഭവം നടക്കുമെന്ന് അവർക്കറിയാം, അല്ലെ? അവരിങ്ങനെ അല്ലാണ്ട് ഒരു ഡെഡ് ബോഡിയുടെ അടുത്തൊക്കെ ചെന്നിട്ട് ഇങ്ങനെ തബീത്ത എഴുന്നേൽക്കാന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ചെറിയൊരു ഒരു എന്താ പറയാ, ഞാൻ ചെയ്യുന്ന ഒരു സംഭവം നടക്കോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു ഡൗട്ട്, അവിടെ ഒരു അംശം ഉണ്ടെങ്കിൽ ആ സൗഖ്യം അവിടെ നടക്കത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വരമാണ് വിശ്വാസം എന്ന വരം. ഇത് നമ്മളിൽ ഉണ്ട് എങ്കിൽ അതാണ് മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എന്ന് പറഞ്ഞാൽ. അതൊക്കെയാണ് ആർക്കുണ്ടായിരുന്നത്? പത്രോസിനും പൗലോസിനും ഈ സ്ലീഹന്മാർക്കും എല്ലാം ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസമാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് ഈ വരം നമ്മളിൽ, ഈ ഒരു വിശ്വാസം എന്ന വരം നമ്മളിൽ കത്താൻ തുടങ്ങും. ഞാൻ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയാം. ഒരു ദിവസം ഞാനിങ്ങനെ എന്റെ വർക്ക് പ്ലേസിൽ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടൊരു കുട്ടിയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഈശോയോട് ഇങ്ങനെ പറയാ, ഈശോയെ ഇവരൊക്കെ ഇങ്ങനെ ഓരോ രോഗികളെയൊക്കെ സൗഖ്യപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഈ പിശാജ് ആരാണ്? അല്ലെങ്കിൽ പിശാജിന് ഈശോയുടെ സാന്നിധ്യമൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ഒരു കയ്യിലൊരു ക്രോസ് ഒക്കെ എപ്പോഴും കാണുവേ, മീൻസ് പോക്കറ്റിലേക്ക് നടക്കും. ഞാൻ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണ്, ഈ കൊച്ചിന് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ, ഈ ഓട്ടിസ്റ്റിക് കൊച്ച് സംസാരിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ അത്രയും നേരം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എന്നോട്. പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നൊരു തോട്ടാ, പരിശുദ്ധാത്മാവ് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്, ഞാൻ ഈ ക്രോസ് എടുക്കുമ്പോഴത്തേനും ഇവൻ ഇതിലേക്ക് നോക്കും. എന്റെ മനസ്സിൽ ഇത് പറയാം, അവൻ ഇതിലേക്ക് നോക്കും. ഇതിനകത്ത് കാരണം വെച്ചാൽ കാരണം വെച്ചാൽ അവൻ എപ്പോഴും ഇല്ലേ, ഓട്ടിസ്റ്റിക് ആണെന്ന് പറഞ്ഞാൽ ഈ ഡാർക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നത്. ഈ ഫോർ എക്സാമ്പിൾ സൈറ്റാനിക് ആയിട്ടുള്ള സോങ് സൈറ്റാനിക് വീഡിയോസ്, ഇതൊക്കെയാണ് ആളവിടെ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം എനിക്കറിയാം ആളിൽ എന്തൊക്കെയോ ഒരു ഇതുണ്ട്, കാരണം അവൻ എപ്പോഴും വാച്ച് ചെയ്യുന്ന സൈറ്റാനിക് വീഡിയോസാ. ഞാനിങ്ങനെ ഈ ക്രോസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഈശോട് പറയാം, ഈശോയുടെ നാമത്തിൽ ഞാൻ പറയുവാണ്, ഈശോയെ ഈ ദുഷ്ടാരോപിയോട് മാറിപ്പോവാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറയാണേ. പക്ഷെ എന്റെ ഉള്ളില് എനിക്കറിയാം ഒന്നും, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എനിക്കറിയാം ഒന്നും നടക്കത്തില്ലാന്ന്. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞപ്പം ചെറിയൊരു ഇതുണ്ടായി. സംസാരിക്കാത്ത ചെറുക്കൻ എന്റെ കയ്യിൽ നിന്ന്, ഞാൻ കുരിശവനെ കാണാതെ വെച്ചതാ, അവ എന്റെ സൈഡിൽ നിന്ന് കുരിശെടുത്ത് മാറ്റിയിട്ട് എന്റെ പോക്കറ്റിൽ തിരിച്ചിടിപ്പിച്ചു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുവാണേ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു പകുതി വിശ്വാസം ഇട്ട് കൊടുത്തുള്ളൂ, പക്ഷെ അത് അവന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി. ആർക്ക്? അവനല്ല, ആ വ്യക്തിക്കല്ല, പിശാചിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി. അപ്പൊ നമ്മളിങ്ങനെ ഉണ്ടല്ലോ, അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ, ഇത് കൂടുതൽ വലിയ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് വിശ്വാസമാണ്, ഈ വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരാ? നമ്മളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളൊക്കെ വേറെ ലെവലാണ്. നമ്മളെ ഒന്നും പിടിച്ചാൽ കിട്ടത്തില്ല. ഞാൻ ഉദ്ദേശിച്ചത് ലോകത്തിന്റെ കണ്ണിലല്ല കേട്ടോ. എന്താ പറയാ, ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴല്ലോ, നമ്മൾ ഭയങ്കര സ്വർഗത്തിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കും തോറും നമ്മൾ സ്വർഗത്തോട് ഇങ്ങനെ അടുത്തോണ്ടിരിക്കും. ആത്മാക്കളെ നമ്മൾ നേടിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ പോയിട്ട് ഓരോ സ്റ്റേജ് ഒക്കെ കെട്ടി പറയേണ്ട കാര്യമില്ല. പത്രോസൊക്കെ നടന്നു പോയത് വഴി അവരുടെ നിഴലടിച്ചപ്പോ എന്താണ്, സൗഖ്യം ഉണ്ടായി. അവരുടെ തൂവാല കൊണ്ടുപോയിട്ട് സ്പർശിച്ചപ്പോ രോഗികൾ എഴുന്നേറ്റു. പിന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ, ഫുള്ള് വ്യാപരിച്ചു കഴിയുമ്പോൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നാ, ഈശോ ഓരോ അവയവങ്ങൾ പോലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങളൊരു നെയിലിന്റെ ഒരു അംശം പൊടിഞ്ഞു പോയത്, അതിൽ ആ ഒരു അംശത്തിൽ വരെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഒരു മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൽ പോലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ്, അത്രയും ഒരു അഭിഷേകത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ ഓരോ ആൾക്കാരെ കാണുമ്പോഴത്തേനും, അല്ലെങ്കിൽ നിങ്ങൾ ഡൊമിനിക്കേഷന്റെ ധ്യാനം കൂടാൻ പോവാ, ഡാനിയലച്ചന്റെ ധ്യാനം കൂടാൻ പോവാ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ അതൊക്കെ ഡൊമിനിക്കേഷൻ അല്ലേ, ഡൊമിനിക്കേഷനൊക്കെ ഇതൊക്കെ പറ്റും, അല്ലെങ്കിൽ ഡാനിയലച്ചൻ അല്ലേ, അല്ലെങ്കിൽ ഓരോ പ്രാർത്ഥനക്കാരെ കാണുമ്പോഴത്തേനും അത് അവരല്ലേ, അവർക്കല്ലേ പറ്റൂ. പക്ഷെ അവർക്കല്ല പറ്റണേ, അതേ ആത്മാവിനെയാണ് നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, ഇത് കൂടുതൽ അഭിഷേകം, ഇത് കൂടുതൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ ഡാനിയലച്ചനെയും ഡൊമിനിക്കേഷനെയും എല്ലാവരും കാണുന്നുണ്ട്. ഡൊമിനിക്കേഷൻ പോയിട്ട് കൊച്ചി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടൽ പോയിട്ട് വിഭജിച്ച കഥ കേട്ടിട്ടുണ്ടോ?
ഇല്ല. പക്ഷെ മോശ വിഭജിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. പക്ഷെ ഡൊമിനിക് അച്ചനിലെ അഭിഷേകം അതാ പറയുന്നത്. അത്രയും വലിയൊരു അഭിഷേകം ആർക്കുണ്ടായിരുന്നു? മോശയ്ക്കുണ്ടായിരുന്നു. വലിയൊരു അഭിഷേകം. അതായത് വലിയൊരു കൃപ ഉണ്ടായിരുന്നു. അപ്പം അതേ കൃപ ആർക്കുണ്ട്? ഡൊമിനിക് അച്ചനുണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, ഡാനിയേൽസിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ ആൾക്കാരുടെ അഭിഷേകം, അതായത് ഇപ്പൊ ഡൊമിനിക് അച്ചനായാലും ഡൊമിനിക് അച്ചൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. അഭിഷേകം നിറയണേ നിറയണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അല്ലാണ്ട് കേരള സഭ കണ്ട ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷൻ ഡൊമിനിക് അച്ചനാണ് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇതേ ഡൊമിനിക് അച്ചൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഇനിയും അഭിഷേകം ഇട്ട് തരണേന്ന്. അപ്പൊ ഈ അഭിഷേകം എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? ഈശോയെ, അതിരില്ലാത്തൊരു അഭിഷേകം തന്ന് പ്രാർത്ഥിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം നമുക്കറിയത്തില്ല അഭിഷേകത്തിന്റെ അളവ്, അല്ലേ? അഭിഷേകത്തിന്റെ അളവ് ഇന്ന ആളെ കണ്ടിട്ട് എന്ത് പറയാ, ഇന്ന ആളുടെ പോലെ ആവണം എന്നല്ല. കാരണം എന്താ, അഭിഷേകത്തിന്റെ ലെവല് കർത്താവിനെ അറിയത്തുള്ളൂ. അപ്പൊ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവെ, അളവറ്റൊരു അഭിഷേകം, അതിരറ്റ അഭിഷേകം ഒഴുക്കി തരണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ, അതായത് ദാഹിക്കുമ്പോൾ നമ്മൾ പോയിട്ട് വെള്ളം കുടിക്കും, അല്ലേ? വിശക്കുമ്പോൾ നമ്മൾ പോയിട്ട് ഭക്ഷണം കഴിക്കും. ഇതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവിലേക്ക് എന്ത് വരും? അഭിഷേകം വരും. ആഗ്രഹിക്കുന്ന ഒരു ആത്മാവിലേക്ക് അഭിഷേകം വരും. അത് കൃപ ചുമ്മാ കിട്ടുന്നതാ. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ദാനമായിട്ട് കിട്ടിയ ഒരു ചുമ്മാ ഇട്ട് തന്നേക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരുക്കമുള്ള ഒരു ഹൃദയം കൊടുക്കുമ്പോഴത്തേനും അത് അങ്ങോട്ട് ഇട്ട് തരും. നമ്മൾ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിറയണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഒരുങ്ങിക്കൊണ്ടിരിക്കുക. സമയമൊക്കെ കിട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പ്രയറാണ് വെൽക്കം ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു പ്രയർ. അപ്പൊ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മളറിയാതെ നമ്മളിൽ പരിശുദ്ധാത്മാവ് കത്താൻ തുടങ്ങും. നമ്മളറിയാതെ നമ്മളിലേക്ക് ഒരു സന്തോഷം വരും. നമ്മളറിയാതെ ഈശോ നമ്മളെ എടുത്ത് ഉപയോഗിക്കും. നമ്മൾ നടന്നു പോകുന്ന വഴിയെ പോലും പരിശുദ്ധാത്മാവ് നമ്മളറിയാതെ നമ്മളെ എടുത്ത് ഉപയോഗിക്കും. നമ്മൾ ഒത്തിരി പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക, ഒത്തിരി നമ്മൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് ആ മാളിക മുറിയിൽ ഇറങ്ങി വന്ന പോലെ ഇപ്പൊ നിങ്ങൾ ആയിരിക്കുന്ന വീടുകളിലെല്ലാം പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം ഉണ്ടാകട്ടെ. എല്ലാവരെയും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ.